ഈ കുഞ്ഞു തുമ്പി കുറേ നേരമായി പയർ ചെടിയിലിരിക്കാൻ തുടങ്ങിയിട്ട്. മുമ്പൊരിക്കൽ ഇതേപോലെ ഒരു പൂമ്പാറ്റ വന്നിട്ട് പൂവില്ലാത്ത കറിവേപ്പിൻ്റെ മുകളിൽ ഇരുന്നപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ നിറയെ കാറ്റർപില്ലറുകൾ ഉണ്ടായി. പൂമ്പാറ്റ മുട്ടയിട്ടായിരുന്നു. എന്നിട്ട് ഇലകളൊക്കെ തിന്ന് തീർക്കാൻ തുടങ്ങി. അതൊക്കെ ഞാൻ നീക്കം ചെയ്തു. ഈ തുമ്പി വളരെ ചെറിയ തുമ്പിയാണ്. ഇതിനെ സാധാരണ ഇംഗ്ലീഷിൽ ഡാംസൽ ഫ്ലൈ എന്നാണ് പറയണത്. വലിയ തുമ്പീനെ ഡ്രാഗൺ ഫ്ലൈ എന്നും. ഇനിയിപ്പോൾ ഈ തുമ്പിക്കും അതുപോലെ മുട്ടയിട്ടിട്ട് കുഞ്ഞുങ്ങളുണ്ടായി ലാർവ പയറിൻ്റെ ഇല തിന്ന് തീർക്കുന്ന പരിപാടി ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. അതാണ് എനിക്കൊരു സംശയം. മുമ്പത്തെ അനുഭവം അനുസരിച്ചിട്ട് പൂമ്പാറ്റ പൂവില്ലാത്ത ചെടിയിൽ പൂമ്പാറ്റ വന്നിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ സൂക്ഷിച്ചോളണം. പൂമ്പാറ്റ മുട്ടയിട്ട് വിരിഞ്ഞുണ്ടാകുന്ന ലാർവകൾ, കാറ്റർപില്ലർ, മലയാളത്തിൽ പുഴു എന്ന് പറയും, അത് മിക്കവാറും ഇലകൾ തിന്ന് തീർക്കുന്ന ധാരാളം കണ്ടിട്ടുണ്ട്. കറിവേപ്പിനാണെങ്കിൽ ഒരു പ്രത്യേകതരം ചിത്രശലഭത്തിൻ്റെ പുഴുക്കളാണ് ധാരാളമായിട്ട് കറിവേപ്പിൻ്റെ ഇല മുഴുവൻ തിന്ന് തീർക്കാറ്. ഇതിൻ്റെ ഇലകൾ സ്വല്പം തിന്നു പോയിട്ടുണ്ട്. അത് ഈ തുമ്പിയുടെ കുഞ്ഞുങ്ങളാണോ എന്താണെന്ന് അറിയില്ല. ഞാൻ കണ്ടിട്ടില്ല, പുഴുക്കളെയൊന്നും കണ്ടിട്ടില്ല.